ചെന്നൈ തിരുവനന്തപുരം മെയിലിൽ ദുരിതയാത്ര. ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് ശുചിമുറി മാലിന്യം ചോർന്നൊലിക്കുന്നുവെന്ന് യാത്രക്കാരുടെ പരാതി. ട്രെയിൻ കോട്ടയത്ത് എത്തിയപ്പോൾ മുതലാണ് ഈ ദുരവസ്ഥയെന്നാണ് യാത്രക്കാരുടെ മൊഴി. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഓണക്കാലപാട് ആളുകൾക്ക് ഈ ടിക്കറ്റ് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഭൂരിഭാഗം യാത്രക്കാരും ജനറൽ കമ്പാർട്ട്മെന്റുകളെ ആശ്രയിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഇത്തരത്തിലുള്ള ഒരു ദുരിത അവസ്ഥ ഉണ്ടാകുന്നത്. അതായത് ജനറൽ കമ്പാർട്ട്മെന്റിലെ ശുചിമുറി മാലിന്യമാണ് ഈ ആളുകൾ ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിൻ ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിൻ നമ്പർ 126, 23 എന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ കോട്ടയം എത്തിയപ്പോൾ മുതലാണ് ഇത്തരത്തിലുള്ളൊരു ദുരിത യാത്ര ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. ഈ ട്രെയിൻ ഇപ്പോൾ മാവേലിക്കര പിന്നിട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിറയെ യാത്രക്കാരുണ്ട്. ഈ യാത്രക്കാർ ആദ്യം ലോക്കോ പൈലറ്റിനെയാണ് വിവരം അറിയിച്ചത്. കാരണം ഈ ഏറ്റവും മുൻഭാഗത്താണ് ജനറൽ കമ്പാർട്ട്മെന്റ് ഉള്ളത്. അതുകൊണ്ട് ലോക്കോ പൈലറ്റിനെ ആദ്യം വിവരം അറിയിച്ചു. പക്ഷേ ലോക്കോ പൈലറ്റിന്റെ ഭാഗത്തു നിന്നും വിചിത്രമായ ഒരു മറുപടിയാണ് ഉണ്ടായത്. അതായത് സ്റ്റേഷൻ മാസ്റ്ററെ ഈ വിവരം അറിയിക്കാനാണ് പറഞ്ഞത്. ഓരോ സ്റ്റേഷനിലും 1 മിനിറ്റ് മാത്രമാണ് ഈ ട്രെയിൻ നിർത്തുന്നത്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററെ ഈ വിവരം അറിയിക്കുന്നത് നിലവിൽ പ്രായോഗികമല്ല. അതുകൊണ്ട് ഈ ദുരിതം സഹിച്ചിപ്പോഴും ഈ യാത്ര തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് നിർവാഹമില്ല. പലപ്പോഴും TTമാർ ഈ കമ്പാർട്ട്മെന്റിലേക്ക് എത്താറുമില്ല. അതുകൊണ്ട് ഇത് സഹിച്ച് യാത്ര ചെയ്യാതെ മറ്റ് നിർവാഹമില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. എന്നാലും വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ചെന്നൈ മെയിലിലെ യാത്രക്കാർ കടന്നു പോകുന്നത് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന വൈശാഖ് എന്നൊരു യാത്രക്കാരനാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് അയച്ചു തന്നത്. ഓക്കെ, താങ്ക് യു.